തുർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളി എന്നതും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അഥവാ ഉർദുഗാനെതിരെ മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ ശേഷിക്കെയുമാണ് ഈ അറസ്റ്റ് എന്നത് തുർക്കി രാഷ്ട്രീയത്തിലെ വലിയ കോളിളക്കങ്ങൾക്ക് ഈ അറസ്റ്റ് ഇടയാക്കിയിട്ടുണ്ട്. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബൂളിലെ മേയറും പ്രതിപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി അഥവാ CHP പാർട്ടിയുടെ പ്രധാന നേതാവും വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഭീമനുമൊക്കെയായ എക്രം ഇമാമോഗ്ലുവിനെയാണ് ഭീകര കുറ്റവും ഒപ്പം അഴിമതി കുറ്റവും ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീവ്രവാദ സംഘടനയായി കണക്കാക്കപ്പെടുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധം പുലർത്തി എന്നതാണ് ഗുരുതരമായ പ്രശ്നമായി പോലീസ് പറഞ്ഞിരിക്കുന്നത്. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന 400ഓളം പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമാമോഗ്ലുവിന്റെ അറസ്റ്റ് തുർക്കി രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2028 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായിരുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത നടപടി തികച്ചും രാഷ്ട്രീയവും പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ളതുമാണ് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരിക്കുന്നത്. പ്രതിഷേധം കനത്തതോടെ തുർക്കിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് 4 ദിവസത്തെ വിലക്ക് ഏർപ്പെടുത്തി. ഇസ്താംബൂളിലെ നിരവധി റോഡുകൾ അടച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണങ്ങളും സർക്കാർ ഏർപ്പെടുത്തി. എന്നാൽ വിലക്കു ലംഘിച്ച് പതിനായിരങ്ങൾ ഇസ്താംബൂൾ നഗരത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇസ്താംബൂളിലെ പോലീസ് ആസ്ഥാനത്തിനും പാർട്ടി ഓഫീസിന് മുൻപിലുമൊക്കെയായാണ് ആയിരങ്ങൾ അണിനിരന്നിരിക്കുന്നത്. എന്നാൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത് സംഘർഷം രൂക്ഷമാക്കി മാറ്റി. പിന്നാലെ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് സമരക്കാർ മുന്നോട്ട് കുതിക്കുന്നതും പോലീസിനെ തള്ളിമാറ്റുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാജ്യം ഒരു ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് സമരക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്. തിരഞ്ഞെടുപ്പിൽ ഉർദുഗാനെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള നേതാവാണ് ഇമോഗ്ലു എന്നും സമരക്കാർ വ്യക്തമാക്കി. ഇമോഗ്ലുവിന്റെ അറസ്റ്റിൽ ആശങ്കയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. ഇനി ആരാണ് ഈ ഇമോഗ്ലു എന്ന് പരിശോധിക്കാം. തുർക്കിയിലെ കരിങ്കടൽ തീരത്തുള്ള ടാപ്സൺ പ്രവിശ്യയിലെ ഒരു കടൽ തീര പട്ടണമായ അക്കാബത്തിയിലാണ് 53 വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ ജനനം. എന്നാൽ കൗമാരപ്രായത്തിൽ ഇസ്താംബൂളിലേക്ക് താമസം മാറുന്നു. ബിസിനസ് പഠിച്ചു. തുടർന്ന് നിർമ്മാണ ബിസിനസ്സിൽ ഏർപ്പെട്ടു. 2008 നിർമ്മാണ ബിസിനസ് ഉപേക്ഷിച്ച് ഇമാമോഗ്ലു രാഷ്ട്രീയത്തിൽ ചേർന്നു. മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CHP പാർട്ടിയിൽ അംഗത്വം നേടി. 6 വർഷത്തിനു ശേഷം ഇസ്താംബൂളിലെ മധ്യവർഗ ബെയ്ലിക്ഡുസു ജില്ലയുടെ മേയറായി അദ്ദേഹം അവരോധിതനായി. CHPക്ക് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2019 ഇസ്താംബൂളിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതോടെ അദ്ദേഹം രാജ്യത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കുള്ള ശ്രദ്ധ പിടിച്ചുപറ്റി. എർദുഗാനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ നൽകിയത്. എന്നാൽ ഇമോഗ്ലുവിന്റെ ജനവിധി അംഗീകരിക്കപ്പെട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കപ്പെടുകയും വോട്ട് ക്രമക്കേടുകൾ ആരോപിച്ച അദ്ദേഹത്തിന്റെ ജനവിധി റദ്ദാക്കപ്പെടുകയും ചെയ്തു. കേവലം 18 ദിവസം മാത്രമേ ഇമോഗ്ലുവിന് മേയറായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞുള്ളൂ. ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ ഇമാമോഗ്ലു വീണ്ടും വിജയിച്ചു. ഇത്തവണ അതിലും വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തിന്റെ ഫലമായി ഇസ്താംബൂളിലെ ജനങ്ങൾ ഈ അനീതിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ആവശ്യമായ മറുപടി നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. ദൈവം അനുവദിച്ചാൽ വിജയിച്ചാൽ ഇസ്താംബൂളും ജനാധിപത്യവുമായിരിക്കും വിജയിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമാമോഗ്ലു CHPയുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം റെസെപ് തയ്യിബ് ഉർദുഗാനെ നേരിടും. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2028 നടക്കുക. പക്ഷേ അതിനു മുൻപും ഒരുപക്ഷെ തുർക്കിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. തുർക്കിയിൽ ധ്രുവീകൃത രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. രാഷ്ട്രീയത്തോടുള്ള മൃദുവും നർമ്മപരവുമായ സമീപനത്തിന് ഇമാമോഗ്ലു ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. മാർച്ച് 19 അഴിമതി, ഭീകരവാദ സംഘടനകളുമായുള്ള ബന്ധം എന്നീ കുറ്റങ്ങൾ ചുമത്തി തുർക്കി പോലീസ് ഇമാമോഗ്ലുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തുർക്കി അധികൃതർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ അദ്ദേഹത്തിന്റെ വീടിനു ചുറ്റും തടിച്ചുകൂട്ടിയപ്പോൾ ഇമാമോഗ്ലു ഷർട്ടും ടൈയും ധരിച്ച് ഒരു വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ ഇഷ്ടത്തിന് നേരെയുള്ള പ്രഹരമാണ് എന്ന അടിക്കുറിപ്പോടെ അദ്ദേഹം പറഞ്ഞത്, 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. പോലീസ് എൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, എൻ്റെ വാതിലിൽ മുട്ടുന്നു.
ഞാൻ ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളുന്നു. ഇസ്താംബൂളിലെ 16 ദശലക്ഷം നിവാസികൾക്ക് മാത്രമല്ല, തുർക്കിയിലെ 86 ദശലക്ഷം പൗരന്മാർക്കും ലോകമെമ്പാടുമുള്ള ജനാധിപത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മൗലികാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടിയുള്ള എൻ്റെ പോരാട്ടത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞാണ് അദ്ദേഹം അറസ്റ്റ് വരിച്ചത്. അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇസ്താംബൂളും തുർക്കിയും ഇളകി മറിയുന്നത്.